السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما، رب زدنا علما، رب زدنا علما. الحمد لله رب العالمين വബില്ലാഹി തൗഫീഖ്. നമ്മളെല്ലാവരും ഇവിടെ അള്ളാഹുവിൻ്റെ കലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പഠനം അല്ലേ, ഇൽമു തജ്വീദാണ് നമ്മൾ അൽഹംദുലില്ലാഹ് ഈ ഒരു ഒരുമിച്ച് കൂടലിലൂടെ നമ്മൾ തുടക്കം കുറിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും എല്ലാവരിൽ നിന്നും ഏറ്റവും നല്ല സ്വാലിഹായിട്ടുള്ള അമലായി സ്വീകരിക്കുമാറാകട്ടെ, ആമീൻ. അപ്പോൾ നമ്മളെല്ലാവരും വളരെ ഏറ്റവും നല്ല ഇബാദത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഏറ്റവും നല്ല നിയത്തോടു കൂടി അതുപോലെ തന്നെ ഏറ്റവും നല്ല അവസ്ഥയിൽ ഈ ഒരു കോഴ്സിലേക്ക് പ്രവേശിക്കണം എന്ന് ആദ്യം തന്നെ ഉണർത്തുകയാണ്. ആദ്യം തന്നെ ഞാൻ എന്നെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫസീഹ എന്നാണ്. BNT നമ്മളുടെ അക്കാഡമിയുടെ പേരാണ് BNT ദ ഫൗണ്ടറാണ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റായിട്ട് എന്താണ് BNT അക്കാഡമി എന്ന് ചെറുതായിട്ട് പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 2-3 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ വലിയ സഹായം എന്ന് തന്നെ പറയാം. ഒരിക്കലും BNT അക്കാഡമി ആയിട്ടൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. BNT എന്ന് പറഞ്ഞാൽ ബൈത്തന്നൂർ ട്യൂഷൻ എന്നുള്ളൊരു പേരിലാണ് അൽഹംദുലില്ലാഹ് സ്റ്റാർട്ട് ചെയ്തത്. അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹ്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും ആണ് ഒരു അക്കാഡമി എന്ന നിലയ്ക്ക് അൽഹംദുലില്ലാഹ് നമ്മളുടെ ഈ ഒരു BNT പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മളുടെ BNTയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ 5 മുതൽ 15 വയസ്സ് വരെയുള്ള മക്കൾക്കുള്ള കോഴ്സുകളാണ്. അത് ഓരോന്നും ഹിഫ്ളായിട്ടും അതുപോലെ തന്നെ മദ്രസ വിഷയങ്ങളായിട്ടും ഒക്കെ അൽഹംദുലില്ലാഹ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യത്തെ ലേഡീസിനുള്ള ബാച്ച് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മളുടെ ഈ ഒരു അഡ്വാൻസ്ഡ് ഇൻ്റർമീഡിയറ്റ് തജ്വീദ് കോഴ്സ് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ BNT അക്കാഡമിയിലെ ഏറ്റവും ആദ്യത്തെ ലേഡീസ് എന്ന് പറഞ്ഞത് സുബ്ഹാനല്ലാഹ് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഏറ്റവും നന്നായിട്ട് ഈ ഒരു നമ്മളുടെ കോഴ്സ് മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ നമ്മളുടെ അക്കാഡമി ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹിന് ഇഷ്ടമുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഉള്ള ഒരു അവസ്ഥയിലെത്തിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം എന്നും കൂടെ ഓർമ്മപ്പെടുത്തണം. അപ്പോൾ BNT അക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ആരെങ്കിലും ജോയിൻ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ കോഴ്സിലേക്ക് പോവുകയാണ്. അൽഹംദുലില്ലാഹ് നമുക്ക് എല്ലാവർക്കും അറിയാം തജ്വീദിൻ്റെ പ്രാധാന്യം. കാര്യങ്ങളൊന്നും അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വറത്തിലിൽ ഖുർആന തർത്തീല. അതായത് നിങ്ങൾ തർത്തീലോട് കൂടി ഖുർആന് പാരായണം ചെയ്യുവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പാരായണ ശൈലി പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഖുർആൻ എത്തിച്ചു കൊടുത്തിട്ടുള്ളത്, ആ പാരായണ ശൈലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൽഹംദുലില്ലാഹ് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നമ്മളെല്ലാവരും ഉദ്ദേശിച്ചത് അല്ലേ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ആ ഒരു ഉദ്ദേശത്തിന് തന്നെ നമുക്ക് എല്ലാവർക്കും തക്കതായിട്ടുള്ള പ്രതിഫലം നൽകുമാറാകട്ടെ, ആമീൻ. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു കോഴ്സിന് നമുക്ക് 3 ടൂൾസ് അങ്ങേയറ്റം അത്യാവശ്യമാണെന്ന് തന്നെ പറയും. ഈ 3 ടൂൾ നമ്മളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസ്ക്ലൈമർ ആയിട്ട് ആദ്യം തന്നെ പറയുകയാണ്, ഈ 3 ടൂൾസ് നിങ്ങളുടെ കയ്യിലുണ്ടോ അൽഹംദുലില്ലാഹ് അല്ലാഹു ഉറപ്പായിട്ടും നമുക്ക് ആയുസ്സും ആരോഗ്യം നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവസാനം വരെ എത്തിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏറ്റവും ഒന്നാമത്തെ ടൂൾ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷൻ. നമുക്കറിയാം നിയ്യത്തിൻ്റെ പ്രാധാന്യം അറിയാത്തവരായിട്ട് ആരും തന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവില്ല. നമ്മൾ ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ പഠിക്കുന്ന ഹദീസുകളിൽ ഒന്നാണ് ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് അല്ലേ. നമ്മളുടെ അമാലുകൾ, അതായത് നമ്മളുടെ അമലുകൾ, നമ്മളുടെ കർമ്മങ്ങൾ അടിസ്ഥാനത്തിലാണ്? തീർച്ചയായിട്ടും നിയ്യത്ത് മാത്രമാണ്, നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതായത് നിയ്യത്തില്ലെങ്കിൽ ആ കർമ്മം അവിടെ സ്വീകാര്യമല്ല എന്നർത്ഥം. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 വ്യക്തികളും, അതായത് രണ്ടും ഒരേ കർമ്മങ്ങളാണ് ചെയ്യുന്നത്, 2 വ്യക്തികളും നമസ്കരിക്കാം. പക്ഷെ ഒരു വ്യക്തി ഇഖ്ലാസോടുകൂടി റബ്ബിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ഖുശൂഓടുകൂടി നമസ്കരിക്കുന്നുണ്ട്. മറ്റൊരു വ്യക്തി ഖുശൂഓടുകൂടി, അതായത് കാണുമ്പോൾ അങ്ങേയറ്റത്തെ ഖുശൂഓടുകൂടി തന്നെയാണ് നമസ്കരിക്കുന്നതെങ്കിൽ പോലും മറ്റുള്ളവരെ കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വ്യക്തി നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിയത്ത്
വളരെ റോങ് ആയിട്ടുള്ള നീയത്താണ് അല്ലെ. റബ്ബിന്റെ പ്രതിഫലം എന്നുള്ള നീയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പാഴായി പോവുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. അള്ളാഹുവിൽ നമ്മൾ ഒന്നും പങ്കു ചേർക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല അല്ലെ. അതിനൊക്കെ ഷിർക്ക് എന്ന് പറയാം. നമുക്കറിയാം റിയ അല്ലെങ്കിൽ ലോകമാന്യത എന്നുള്ളത് ഒരു ചെറിയ ഷിർക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താണ്, നമ്മളുടെ എന്തൊരു കർമ്മം ആയിക്കോട്ടെ അവിടെ നമ്മൾ ഇഖ്ലാസ്, അതായത് നിയ്യത്ത് നമ്മൾ പുതുക്കേണ്ടതുണ്ട്. ആ നിയ്യത്ത് എപ്പോഴും ഇഖ്ലാസോട് കൂടി റബ്ബിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു കർമ്മം ചെയ്യുന്നത് എന്നുള്ള ആ ഒരു നിയ്യത്ത്. ഏതൊരു കർമ്മം ആയിക്കോട്ടെ, നമ്മൾ രാവിലെ ഭക്ഷണം ഉണ്ടാക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്നതായിക്കോട്ടെ, നമ്മൾ വീട് ക്ലീൻ ആക്കുന്നതായിക്കോട്ടെ, ഏതൊരു കർമ്മമാണെങ്കിലും നമ്മളുടെ നിയ്യത്ത് നമ്മളവിടെ എന്തായിരിക്കണം, എല്ലാം എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടുള്ള ഒരു ഇബാദത്താണ് എന്നാക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ എന്താണ് കർമ്മങ്ങൾ. ഇപ്പോൾ നമ്മൾ നിസ്കരിക്കുക, നോമ്പെടുക്കുക, ഖുർആൻ ഓതുക, ഇതൊക്കെ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ നമുക്ക് നമ്മളുടെ ദൈനംദിന റൂട്ടീൻ അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ റൂട്ടീന് നമുക്ക് എന്താണ് റബ്ബിന് ഇഷ്ടമുള്ള രീതിയിൽ ആക്കി കൊണ്ട് നമുക്ക് അവിടെ എല്ലാം പ്രതിഫലം നേടാൻ സാധിക്കും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്താ വേണ്ടത്, ഈ നിയ്യത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ത്, ശുദ്ധി ഈമാൻ്റെ ഭാഗമാണ് അല്ലേ. അത്തഹൂർ ഷത്തുൽ ഈമാൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ആ ശുദ്ധിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വുദു എടുക്കുമ്പോൾ അത് റബ്ബിൽ നിന്നുള്ള എന്താണ് പറയുക, കാരുണ്യാണ്. നമ്മുടെ ശരീരത്തിനെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള സുബ്ഹാനല്ലാഹ്, അവിടെയൊക്കെ ശുദ്ധിയുടെ പ്രാധാന്യം പറഞ്ഞിട്ട് നമ്മുടെ ലൈഫ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, നമസ്കരിക്കുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിലേക്ക് കയറും അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യും, ദിക്റുകൾ ചൊല്ലും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കുറച്ച് സമയം കംപ്ലീറ്റ്ലി ഇബാദത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യെങ്കിൽ പോലും നമ്മൾ കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ചെയ്യാൻ എന്നുള്ള നമ്മളെല്ലാവരുടെയും മൈൻഡിൽ വരും. അപ്പോൾ പ്രത്യേകിച്ച് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്ത് കുളിച്ച് നിസ്കാരത്തിന് വേണ്ടി തയ്യാറാകണം എന്നൊക്കെ നമ്മളെ മനസ്സിൽ വരാറുണ്ട് അല്ലേ. പക്ഷേ നമ്മൾ പലപ്പോഴും ഞാനും വിട്ടുപോകുന്നൊരു കാര്യമാണ് ഞാനിപ്പോൾ ഈ ചെയ്യുന്ന കുക്കിംഗ്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ക്ലീനിങ്. ഇത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന് നൽകിയിട്ടുള്ള അമാനത്തുകൾ, അതായത് നമ്മളുടെ മക്കളാകാം അല്ലെ, അതുപോലെ തന്നെ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള നമ്മുടെ ഭർത്താവ്, ഇവർക്കൊക്കെ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, ഇവർക്കൊക്കെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പം അവിടെ നമ്മുടെ നിയ്യത്ത് റബ്ബിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് നമ്മളൊരു ദിവസം മുഴുവൻ നമുക്ക് എന്താക്കാൻ പറ്റും, ഇബാദത്താക്കാൻ പറ്റും. അപ്പം നമ്മളുടെ ആ ഒരു നിയ്യത്തിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മളുടെ നിയ്യത്ത് ഇവിടെ എന്തായിരിക്കണം, റബ്ബിൻ്റെ വജ്ഹ് കാണണം. റബ്ബിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ എനിക്ക് അള്ളാഹുവിൻ്റെ കലാമ് ഞാൻ അങ്ങേയറ്റം ഭംഗിയോട് കൂടി പാരായണം ചെയ്യാൻ ശ്രമിച്ചു, അതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങളിൽ ഞാൻ ഏർപ്പെട്ടു എന്നൊക്കെ റബ്ബിനോട് പറയാനുള്ള ഒരു റീസൺ കൂടെ ആയിരിക്കണം നമ്മളുടെ ഈ ഒരു തജ്വീദ് ഇൻ്റർമീഡിയറ്റ് കോഴ്സിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത്. അപ്പോൾ നമ്മുടെ നിയ്യത്ത് എല്ലാവരും പുതുക്കുക. നിയ്യത്ത് തുടക്കത്തിലൊക്കെ നമുക്ക് നല്ല സ്ട്രോങ് ആണെങ്കിലും ഷെയ്ത്താൻ പതുക്കെ നമ്മളെ നടുവിലെത്തുമ്പോൾ പിടിക്കും. ചിലപ്പോൾ നമ്മളുടെ അവിടെ റിയ കൊണ്ടുവരുത്തും, അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര അഹങ്കാരികളാക്കാൻ മാറ്റാൻ സാധ്യതയുണ്ട് അല്ലേ. അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാം, ഇതൊക്കെ ഞാൻ ഓൾറെഡി പഠിച്ചതാണ്, അങ്ങനെ പല തോട്ട്സുകളും നമ്മുടെ മൈൻഡിലേക്ക് ഷെയ്ത്താൻ കൊണ്ടുവരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നിയ്യത്ത് എപ്പോഴും പുതുക്കണം. ഇപ്പോൾ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ BNT അക്കാഡമി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല നിയ്യത്തോടു കൂടി തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കുറേ മക്കളെ കിട്ടണം എന്നുള്ള അങ്ങോട്ടുള്ള നിയ്യത്ത് പോകുമ്പോൾ വീണ്ടും അത് പുതുക്കും. ഇല്ല, ഇത് റബ്ബിൻ്റെ പ്രതിഫലം കൂടെ ആഗ്രഹിച്ചിട്ടാണ്, നാളത്തെ സമൂഹത്തെ നല്ലൊരു സമൂഹം ആക്കി വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ റബ്ബിൻ്റെ, അതായത് ഈ അക്കാഡമി കാരണം ആർക്കെങ്കിലും ഹിദായത്ത് ലഭിച്ചാൽ അത് നാളേക്കൊരു മുതൽക്കൂട്ടാകല്ലോ എന്നുള്ള രീതിയിലും ഈ ഒരു ഇൻറ്റൻഷന് മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് പുതുക്കി കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഈ ഒരു ഇൻറ്റൻഷൻ പുതുക്കിക്കൊണ്ടേയിരിക്കുക, ഏതൊരു കർമ്മത്തിലായിക്കോട്ടെ. ഇനി നമ്മൾ ചില സമയത്തൊക്കെ നമ്മളുടെ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് പുറത്തേക്ക് വരും അല്ലേ. ഷെയ്ത്താൻ നമ്മുടെ അടുത്ത് പലതും തോന്നിപ്പിക്കും. പക്ഷേ പിന്നെ നമുക്ക് തോന്നും ഇത് വേണ്ടില്ലായിരുന്നു. അപ്പം തന്നെ നമ്മളെ നിയ്യത്തൊക്കെ പുതുക്കി ഒന്നും കൂടെ നമ്മൾ ഉഷാറാകാൻ ശ്രമിക്കുക. അത് സൈഡായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷൻ, നിയ്യത്തോട് കൂടി തുടങ്ങുക. നല്ല നിയ്യത്തോട് കൂടി റബ്ബിൻ്റെ കലാം ഏറ്റവും ഭംഗിയായിട്ട് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അതിലുള്ള എല്ലാ റൂൾസും എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കാനും പിന്നീട് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് എന്ന് എല്ലാവരും മനസ്സിൽ നിയ്യത്ത് പുതുക്കിക്കൊണ്ട് തന്നെ തുടങ്ങും. അൽഹംദുലില്ലാഹ്. അപ്പോൾ
അത് മാത്രമല്ല ഒരു ഭംഗിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മളിലേക്ക് നോക്കി നിൽക്കുന്ന പറഞ്ഞിട്ടുള്ളത് അല്ലേ. സുബ്ഹാനല്ലാഹ്, എന്ത് ഭംഗിയായിരിക്കും റബ്ബ്, നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള റബ്ബ്. ഒന്ന് ആലോചിച്ചൊക്കെ ഒരു എന്താണ് പറയുക, സ്കൂളിലെ പ്രിൻസിപ്പൾ നമ്മൾ എന്തെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുമ്പോൾ പ്രിൻസിപ്പൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പ്രിൻസിപ്പൾ ഭയങ്കര ഹാപ്പി ആവാണ് നമ്മളുടെ കാര്യത്തിൽ അല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വലില്ലാഹിൽ മസലുൽ അഅ്ല. റബ്ബ് സുബ്ഹാനഹു തആല നമ്മൾ റബ്ബിന്റെ കലാം, റബ്ബ് നമുക്ക് അയച്ചു തന്നിട്ടുള്ള ആ ഒരു അള്ളാഹുവിന്റെ മെസ്സേജ് നമ്മൾ വായിക്കുമ്പോൾ റബ്ബ് നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഇഷ്ടത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്, ആ ഒരു ഇഷ്ടത്തോടു കൂടി നോക്കി നിൽക്കുമ്പോൾ റബ്ബ് കേൾക്കുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ അത് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതില്ലേ. അപ്പൊ ആ ഒരു നിയത്തും കൂടെ നമ്മളുടെ ഇന്റൻഷന്റെ കൂടെ നമ്മൾ കൊണ്ടുവയ്ക്കുക കേട്ടോ. അൽഹംദുലില്ലാഹ്. രണ്ടാമതായിട്ട് കൺസിസ്റ്റൻസി അല്ലെ. കൺസിസ്റ്റൻസി നമുക്ക് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു കർമ്മം എന്താ പറയുക ചെറുതാണെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ് റബ്ബിന് ഇഷ്ടം. അതായത് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ സ്ഥിരത. ഇന്ന് ചെയ്ത് പിന്നെ 2-3 ദിവസം ചെയ്യാണ്ടിരുന്ന് പിന്നെ ഒരു ദിവസം ചെയ്തു, പിന്നെ വേറെ ദിവസം ചെയ്തു, പിന്നെ ഒരാഴ്ച 2 ആഴ്ച തീരെ പോയില്ല, പിന്നെ നെക്സ്റ്റ് ഡേയിൽ അങ്ങനെ ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. നമുക്ക് പിന്നെ നമ്മുടെ മനസ്സൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതിന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഉദാഹരണമാണ് ഹിഫ്ദ് പഠനം എന്ന് പറഞ്ഞാൽ. ഹിഫ്ദ് പഠനം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊന്ന് ബ്രേക്ക് ചെയ്താൽ പിന്നെ തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കും, വീണ്ടും വീണ്ടും ഫസ്റ്റ് തന്നെ തുടങ്ങുന്ന ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്താൽ നമ്മൾ വളരെ കുറച്ചാണെങ്കിലും 2 ആയത്താണ് നമ്മൾ പഠിക്കുന്നെങ്കിൽ പോലും അത് നമ്മൾ ഡെയിലി പഠിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക ബറക്ക വേറെ തന്നെയാണ്. അപ്പോൾ കൺസിസ്റ്റൻസിയോട് കൂടി നമ്മൾ നമ്മളുടെ കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇത് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെറും നമ്മളൊരു തജ്വീദ് പഠനത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യമല്ല, ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. അതുകൊണ്ട് പറയുമ്പോൾ പല കാര്യങ്ങളിലും ടച്ചായി പോകുന്നുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻസിക്ക് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദുഹാ നമസ്കാരം തന്നെ എടുക്കാം. ഇപ്പോൾ ഇന്ന് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൂഷ്വലി 8 റക്അത്ത് നമസ്കരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ 8 റക്അത്ത് നമസ്കരിച്ചു, റസൂലിന്റെ സുന്നത്താണല്ലോ എന്ന് വിചാരിച്ചിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നാളെ ആയപ്പോഴത്തേക്ക് ശൈത്താന് നമ്മളെ മടി പിടിപ്പിച്ച് 8 റക്അത്തിലെ എത്രങ്ങാനും സമയം, അല്ലെങ്കിൽ ഇത് കഴിച്ച് തീർക്കേണ്ടി വരുമല്ലോ, അപ്പോൾ എന്താ പിന്നെ ഇന്ന് നിസ്കരിക്കണം, നാളെ തൊട്ട് തുടങ്ങും. അപ്പോൾ ഷെയ്ത്താൻ അവിടെ പിടിക്കും അല്ലേ. അപ്പം പിന്നെ നാളെ അങ്ങനെ നീണ്ടു പോകും. അതല്ലെങ്കിൽ നമ്മൾ ചില ദിവസം ലൈക്ക് നിസ്കരിക്കും, പിന്നെ കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ നിസ്കരിക്കും. അപ്പം എന്താണ്, നമ്മൾക്ക് അവിടെ നിന്നൊരു കൺസിസ്റ്റൻസി ഇല്ല. അപ്പം അത് റബ്ബിൻ്റെ അടുത്ത് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. റബ്ബിന് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞതാണെങ്കിലും, അഹബ് അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടം എന്ന് പറഞ്ഞാൽ കുഞ്ഞതാണെങ്കിലും അത് നമ്മളെന്താണ് അതിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുക. അപ്പോൾ അവിടെയുള്ള വേറൊരു ഫ്രൂട്ട് എന്താണെന്ന് വെച്ചാലും, ഇന്നലെ മക്കൾക്ക് സൂറത്തുൽ അസ്റിൻ്റെ വിശദീകരണം പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു ഹദീസും കൂടെ റിലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നുണ്ട്, 5 കാര്യങ്ങൾ നിങ്ങൾ എന്താണ് പറയുക, 5 കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നുണ്ട്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതെ 5 കാര്യത്തിന് മുമ്പ് 5 കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസായിരുന്നു. അതിൽ ഏറ്റവും ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ യുവത്വം അല്ലേ. നമ്മളുടെ വാർദ്ധക്യത്തിന് മുമ്പ് നമ്മളുടെ യുവത്വത്തിനെ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അവിടെയൊക്കെ ഞാൻ മക്കളടുത്ത് പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഈ ഒരു ഏജിൽ, നമ്മൾ യങ് ആയിട്ടുള്ള ഏജിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ കർമ്മങ്ങൾ ചെയ്താൽ നമ്മൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തതിനുള്ള പ്രതിഫലം നമുക്ക് അവിടെ കിട്ടും. അതുപോലെ തന്നെ പിന്നെ പറയുന്നുണ്ട് വസിഹത്തക ഖബല സഖമിക, അതായത് നിങ്ങളുടെ ഹെൽത്ത്, ആരോഗ്യം എന്താണ്, നിങ്ങളുടെ എന്താണ് അസുഖത്തിന് മുമ്പ്, അതായത് നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ല പോലെ ചെയ്യാൻ പറ്റും. നമുക്ക് ഡെയിലി എന്താണ് പറയുക, നമ്മൾ എന്താണ് പറയുക ഹിഫ്ളാക്കാൻ പറ്റും അല്ലേ. നമുക്ക് മെമ്മറിക്ക് പ്രയാസം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് ഡെയിലി നമുക്ക് എക്സ്ട്രാ സുന്നത്തുകളും നാഫിലായതും റവാത്തിബായതും അതുപോലെ തന്നെ തഹജ്ജുദും എല്ലാം നമുക്ക് നമസ്കരിക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ ഈ ഹെൽത്ത് ആയിട്ടുള്ള സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമുക്ക് അസുഖം വരുന്ന സമയത്ത് നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, റബ്ബ് നമുക്ക് പ്രതിഫലം നൽകും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ പീരിയഡ്സ് വരുമ്പോൾ, മന്ത്ലി സൈക്കിൾ വരുമ്പോൾ നമ്മൾക്ക് ആ 7 ദിവസം 8 ദിവസം നമ്മൾ നമസ്കരിച്ചിട്ടില്ലെങ്കിലും സുബ്ഹാനല്ലാഹ്, റബ്ബ് നമ്മൾ നമസ്കരിച്ചതിനും നമ്മൾ ദിക്ർ ചൊല്ലിയതിനും ഒക്കെ പ്രതിഫലം അവിടെ നൽകുന്നുണ്ട് അല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, റബ്ബിന്റെ കാരുണ്യം തന്നെയാണത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ വന്നു പോയാൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവിടെ പ്രതിഫലം നൽകും. ഇനി വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ വേറൊരു ഹദീസിൽ കേട്ടിട്ടുണ്ട്, എന്താണ് സിഹ വൽ ഫറാഗ, അതായത് നിങ്ങളുടെ ആരോഗ്യവും അതുപോലെ തന്നെ
ഒഴിവ് സമയം, ഇത് രണ്ടും നമുക്ക് അമൂല്യമായിട്ടുള്ള എന്താണ് പറയുക കാര്യമാണ്. അതായത് ഇത് രണ്ടും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. ഈ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീ ടൈം, ഫറാഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീ ടൈം. ഈ ഫ്രീ ടൈം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് സമയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാര്യമാണ് അല്ലേ. അപ്പം ആ സമയം നമ്മൾ ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാ ഈ ഗ്രൂപ്പിൽ നിങ്ങൾ അല്ലെങ്കിൽ ഈ തജ്വീദ് പഠനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സമയം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് അത് അങ്ങേയറ്റം പ്രതിഫലം കിട്ടുന്ന സംഗതി തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മളുടെ ഒഴിവ് സമയം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഒഴുക്കുക. അതിന് അവസാനമായിട്ട് അള്ളാഹ് പറയുന്നുണ്ട് വഹയാത്തക ഖബല മൗതിക്. സുബ്ഹാനല്ലാഹ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മരണത്തിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിനെ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ കാര്യം ഓർമ്മപ്പെടുത്തി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരുന്നാലും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ വാർദ്ധക്യത്തിലും നമ്മളുടെ പ്രയാസഘട്ടങ്ങളിലും നമ്മളുടെ എന്താണ് പറയുക അസുഖങ്ങളുടെ അവസ്ഥയിലും അതുപോലെ നമ്മളുടെ എന്താണ് ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിലും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. അപ്പോൾ നമ്മളുടെ ഈ തജ്വീദ് പഠനത്തിന് നിങ്ങളെല്ലാവരും ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള എന്താണ് മൺഡേ മുതൽ തേഴ്സ്ഡേ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതിലൊക്കെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. അങ്ങേയറ്റം പ്രയാസം എനിക്ക് പറ്റുന്നില്ല റബ്ബേ, അതുകൊണ്ടാണ് ഞാനിന്ന് ലീവ് എടുക്കുന്നത്, അങ്ങനത്തെ സാഹചര്യത്തിൽ മാത്രം നിങ്ങൾ ലീവ് എടുക്കുക. എന്നാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങേയറ്റം എനിക്ക് കോഴ്സിൻ്റെ അവസാനത്തിൽ എത്ര പേരാണോ ജോയിൻ ചെയ്തിട്ടുള്ളത് അത്രയും ആളുകൾ അവസാനം വരെയും ഷൈൻ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ റബ്ബിൻ്റെ കലാം റബ്ബിൻ്റെ കലാമിൻ്റെ പാരായണ ശൈലി മനസ്സിലാക്കിയിട്ട് ഈ ഒരു കോഴ്സിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു പോകണം എന്നാണ് ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവസാനം വരെ ഉണ്ടാകും. ജീവിതത്തിൻ്റെ എന്ത് തടസ്സങ്ങളായിക്കോട്ടെ അതെല്ലാം തട്ടി മാറ്റി ചെയ്താൽ നമുക്ക് പലതും എന്താണ് ചിന്തിപ്പിക്കും. അപ്പോൾ നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി, ഭക്ഷണം ഞാൻ ഏത് പ്രയാസഘട്ടങ്ങളിലാണെങ്കിലും ഒരു നേരെങ്കിലും ഭക്ഷണം കഴിക്കാണ്ട് ഞാൻ എൻ്റെ ദിവസം കടന്നു പോകാറില്ല. അതുപോലെ തന്നെ ഒരു ഇത്തിരി സമയമെങ്കിലും ഞാൻ റബ്ബിൻ്റെ കലാമിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാണ്ട് ഞാൻ എൻ്റെ ഈ ദിവസത്തിനെ മുന്നോട്ട് കൊണ്ടുപോകില്ല. എന്ത് തടസ്സങ്ങൾ വന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞാൻ ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ എന്താണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. മൂന്നാമതായിട്ട് സ്വബർ അല്ലേ. ഇന്നല്ലാഹ മഅ സ്വാബിരീൻ. അള്ളാഹു നിശ്ചയം ആരുടെ കൂടെയാണ്? സ്വബറുള്ള ആളുകളുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് അജ്റുഹും ഗൈറ ഹിസാബ്, അതായത് ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റുഹും ഗൈറ ഹിസാബ്, അതായത് ഹിസാബില്ലാതെ കണക്കില്ലാതെയാണ് സ്വാബിറായിട്ടുള്ള സ്വബറുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം മടക്കി നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ഈ ഒരു അസ്വാബിറിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം സ്വബർ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അത് ഫസബ്റുൻ ജമീൽ, നമ്മളുടെ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ സ്വബറിലെ അതായത് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടുള്ള ആ മകന് സ്വന്തം മക്കള് കൊണ്ട് കളഞ്ഞിട്ട് പോലും അവിടെ യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ ഒരു സ്വബറുണ്ട്. സുബ്ഹാനല്ലാഹ് നമുക്കാർക്കും ആ ഒരു ജമീലായിട്ടുള്ള സ്വബർ കിട്ടിയിട്ടുണ്ടോ എന്ന് അല്ലാഹു ആലം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും സ്വബറും ജമീൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ നമ്മുടെ ലൈഫിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായിരിക്കും അല്ലേ. നമ്മൾ സ്വബർ എന്ന് പറയുമ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്താനും നമുക്ക് ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സ്വബർ വേണം അല്ലേ. നമ്മളുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സ്വബർ വേണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ അവിടെ ഇത് റബ്ബ് എനിക്ക് നൽകിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്, അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എന്ന് പറയാനുള്ള സ്വബർ വേണം. അതുപോലെ തന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ എന്ന് പറയാനുള്ള തൗഫീഖ് അല്ലെങ്കിൽ എന്ന് പറയാനുള്ള സ്വബർ നമുക്ക് വേണം അല്ലേ. സുബ്ഹാനല്ലാഹ്. അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അവരുടെ അടുത്ത് ക്ഷമയോടുകൂടി നമുക്ക് എന്താണ് സംസാരിക്കാനും ഒക്കെയുള്ള സ്വബർ വേണം. പിന്നെ അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും നമുക്ക് സ്വബർ വേണം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്വബർ അത്രയും ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഗൈൻ സൂറത്തുൽ അസ്റിൽ പറയുന്നുണ്ട് ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അപ്പോൾ പരസ്പരം നമ്മൾ സ്വബർ എന്താണ് പറയുക വസിയത്ത് ചെയ്യുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വബർ എന്താണ് ഉപദേശിക്കുക എന്ന് പറയുമ്പോൾ, ക്ഷമ ഉപദേശിക്കുക എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ നമ്മളുടെ ലൈഫിലുള്ള പല കാര്യങ്ങളിലും മറ്റുള്ളവരായിട്ട് ഡീൽ ചെയ്യുമ്പോഴും എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത് വളരെ പറയാൻ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ സ്വബർ നമുക്കത് എന്താ പറയുക
ടേസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കത് ജീവിതത്തിൽ പകർത്താൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം ഷെയ്ത്താന് നമ്മൾ ഏറ്റവും പേടിക്കുന്ന സ്ഥലത്തിലൊന്നാണ് നമ്മളുടെ ക്ഷമ എന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് നമ്മളെ റേഞ്ച് ആക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ അവിടെ റിയാക്ട് ചെയ്യിപ്പിക്കും അല്ലേ. അപ്പം സബർ എന്നുള്ള കാര്യം ഇവിടെ നമ്മളെന്താണ്, നമ്മളുടെ ഈ ഒരു തജ്വീദ് പഠനത്തിലേക്ക് നമ്മൾ കാലെടുക്കുമ്പോൾ, അള്ളാഹുവിന് ഇഷ്ടമുള്ള എന്ത് കാര്യത്തിലേക്ക് നമ്മൾ കാലെടുക്കുമ്പോൾ ഷെയ്ത്താൻ അവിടെ വന്നിട്ട് നിന്നെ കൊണ്ട് പറ്റൂല, അല്ലെങ്കിൽ ഏതെങ്കിലും തജ്വീദ് റൂള് പഠിക്കുന്നത് ഭയങ്കര ഹാർഡാണ്, ഇതൊക്കെ എങ്ങനെ പഠിച്ചു തീർക്കാനാണ് എന്നുള്ള രീതിയിലൊക്കെ ഷെയ്ത്താൻ മനസ്സിലേക്ക് കൊണ്ടുവരും. അവിടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ടീച്ചർ ലെറ്റർ ഹ, അതായത് കെട്ടുള്ള ഹ ഇല്ലേ, ആ ഹ എന്നുള്ള ലെറ്റർ എത്ര പറയാൻ ശ്രമിച്ചാലും എനിക്ക് പറയാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചർ എങ്ങനെ ഈ ലെറ്റർ പറയാൻ പറ്റുക, എനിക്ക് എത്ര ആയിട്ടും പറ്റുന്നില്ലല്ലോ. അതായത് നമ്മൾ അവസാനത്തിൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യില്ല, അള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്നുള്ള സൗണ്ടിൽ സ്റ്റോപ്പ് ചെയ്യാനും ഭയങ്കര ഹാർഡായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഞാനും ഇതുപോലെ തന്നെ ഒന്നും ഭയങ്കര ഹാർഡായിരുന്നു, പക്ഷെ അള്ളാഹോട് ദുആ ചെയ്ത് അൽഹംദുലില്ലാ എനിക്ക് പറ്റിയതാണെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ അങ്ങ് ദുആ ചെയ്ത്, അള്ളാഹു എനിക്ക് പറ്റണില്ല, ഇത് എളുപ്പാക്കിത്താന്ന് ഞാൻ കുറേയൊന്നും പറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ. അള്ളാഹു എന്നിട്ട് ആ ലെറ്റർ എനിക്ക് അത് അള്ളാഹു ആ ലെറ്റർ എനിക്ക് പ്രൊനൗൺസ് ചെയ്യാനുള്ള തൗഫീഖ് നൽകി. അതുപോലെ തന്നെ പല ലെറ്റേഴ്സും നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച പോലെയല്ല നമ്മൾ ശരിക്ക് ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അല്ലേ, സ്പെഷ്യലി ലെറ്റർ പ വ അതുപോലെ തന്നെ ദാദ്, നമ്മൾ അറബി അക്ഷരത്തിന് പറഞ്ഞ തന്നെ ലാംഗ്വേജ് ഓഫ് ദാദ് എന്ന് പറയാൻ പോലും ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു ഗ്രാജുവലി നമ്മളെ അങ്ങോട്ട് എത്തിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ സബറോട് കൂടി മുന്നോട്ട് പോകുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് നല്ല സബറുമാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ പറയുക, മദ്ദുൽ മുൻഫസിൽ മുത്തസിലൊക്കെ വരുന്ന സമയത്ത് ജാ എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ ജാ എന്ന് പറഞ്ഞിട്ട് ആ 4 ഹറക്കത്ത് നമ്മളവിടെ സമയം കൊടുക്കുമ്പോൾ ആക്ച്വലി നമ്മളുടെ സബറാണ് അവിടെ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമുക്ക് സബർ ആവശ്യമാണ്, പഠിക്കുമ്പോൾ ആവശ്യമാണ്, പഠിച്ചു കഴിഞ്ഞാൽ ആവശ്യമാണ്, പ്ലസ് നമുക്ക് സബർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പഠനത്തിലൂടെ നമുക്ക് നൽകുകയും ചെയ്യും. അതുപോലെ തന്നെ എപ്പോഴും ആലോചിക്കാറുണ്ട്, സൂറത്തുൽ ഫാത്തിഹയിലെ വലദ്ദാലീൻ എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ അതവിടെ 6 ഹറക്കത്ത് നമ്മൾ കൊടുക്കുമ്പോൾ വലദ്ദാലീൻ എന്ന് പറയുമ്പോൾ അത്രയും ടൈം നമ്മളവിടെ കൊടുക്കുമ്പോൾ നമ്മുടെ സബറാണ് അവിടെ കാണിക്കുന്നത്. അപ്പം ഈ സബർ എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്താനും. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, നമുക്ക് എവിടേക്ക് ക്ഷമ നഷ്ടപ്പെട്ടു പോകുന്നോ, ക്വിറ്റ് ചെയ്യണം എന്ന് ഫീൽ ചെയ്യുന്ന അപ്പോഴൊക്കെ ഓർക്കുക, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല നിയത്തോടു കൂടി സബറോട് കൂടി റബ്ബിൻ്റെ ഈ കലാം, റബ്ബിൻ്റെ ഈ ഇൽമു തജ്വീദ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉറപ്പായിട്ട് ഇതിൽ തന്നെ അവസാനം വരെ നിൽക്കും എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ എല്ലാവരും ഈ കോഴ്സിൽ എൻറോൾ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ. ഇനി നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അറിവിൻ്റെ പ്രാധാന്യം എന്ന് അള്ളാഹുവിൻ്റെ കലാമിലൂടെയും നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെയും നമുക്ക് മനസ്സിലാക്കാം. അപ്പം എല്ലാവർക്കും അറിയാത്തവരായിട്ട് ആരുണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദ്യമായിട്ട് നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്തിട്ടുള്ള ആയത്താണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതിൽ ഏറ്റവും ഒന്നാമത്തെ വാക്ക് ഇഖ്റ അല്ലേ. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായിരുന്നു, എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ല. ആ റസൂലിനോടാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റ എന്ന് പറയുന്നത്, നീ വായിക്കുവിൻ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താ വായിക്കേണ്ടത്, എങ്ങനെ വായിക്കേണ്ടത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അല്ലേ. പക്ഷെ ആ ഒരു ഇഖ്റയിൽ തുടങ്ങിയതാണ് സുബ്ഹാനല്ലാഹ് ഈ മുഴുവൻ ഖുർആനും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇവിടെ ഇഖ്റ എന്ന് പറയുമ്പോൾ നീ പാരായണം ചെയ്യാൻ അർത്ഥമുണ്ട്, നീ പഠിക്കുവിൻ എന്ന അർത്ഥമുണ്ട്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവിന് പല അർത്ഥങ്ങളും അവിടെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇഖ്റ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഒരു കമാൻഡായിട്ടാണ്, നീ വായിക്കുവിൻ, കമാൻഡാണ്. ഒരാൾ നിങ്ങളടുത്ത്, നമ്മളുടെ പാരൻസ് അത് ചെയ്യ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ആയിരിക്കുന്ന നമ്മൾക്കത് ചെയ്യാൻ, അതായത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിക്കാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്ന വേണം അല്ലേ. കാരണം അത്രയ്ക്കും പ്രാധാന്യം നമ്മളുടെ മാതാപിതാക്കൾക്കുണ്ട്. അപ്പം നമ്മളെ പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ ടീച്ചേഴ്സ് പറയാണ് നമ്മളത് അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ല ഞാൻ ചെയ്യൂല എന്ന് പറയാനുള്ള ഓപ്ഷൻ ഇല്ല. അതുപോലെ വലില്ലാഹിൽ മസലുൽ അഅല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഇഖ്റ നീ വായിക്കുക എന്ന് പറയുമ്പം വായിക്കാൻ എന്താ വായിക്കണ്ടേന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല.
അതായത് അള്ളാഹു ഇവിടെ ഓപ്പൺ എൻഡഡ് ആയിട്ട് തന്നേക്കാണ്. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തും വായിക്കാം. പക്ഷെ ഏതൊരു വായനയും നമ്മളെ റബ്ബിലേക്ക് അടുപ്പിക്കുന്ന വായനകളാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇവിടെ സാന്ദർഭികമായിട്ട് പറയാണ്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ജോഗ്രഫിയും അതുപോലെ തന്നെ ഹിസ്റ്ററി അല്ലെ, അതുപോലെ സുവോളജി, ബോട്ടണി, പിന്നെ വേറെ കുറേ കാര്യങ്ങൾ, മാത്സ്, അതുപോലെ മറ്റ് ലാംഗ്വേജ് സബ്ജക്ട്സ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും നമുക്ക് റബ്ബായിട്ടുള്ള യാതൊരു കണക്ഷൻ അവിടെ കിട്ടിയിട്ടില്ല. ഇസ്ലാമിക് എന്നുള്ളൊരു സബ്ജക്റ്റ് വേറെ ഉണ്ട്, ഖുർആൻ എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട്. ഇത് രണ്ടും അള്ളാഹിൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടുന്ന സബ്ജക്ട്സുകളാണ്. ഈ ഹിസ്റ്ററി ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, മറ്റ് ഭാഷകളായിക്കോട്ടെ, ഇതൊന്നും റബ്ബിൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടുന്ന സബ്ജക്ട്സുകളാണെന്ന് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇത് വളരെ അടുത്താണ് ഞാൻ അറിഞ്ഞത്. നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് രീതിയിലാണ് പഠിക്കുക. ഒന്ന് അള്ളാഹുവിൻ്റെ കലാം പഠിക്കും, മറ്റൊന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കുറിച്ച് പഠിക്കുകയാണെന്നുള്ളത്. അള്ളാഹുവിൻ്റെ കലാം അൽഹംദുലില്ലാ ഖുർആൻ നമുക്ക് ഉറപ്പായിട്ടും അറിയാം. എന്താണ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്നുള്ള ആ ഹദീസിലെ ഏറ്റവും ഉത്തമരാരാണ്? ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് സുബ്ഹാനല്ലാഹ് സങ്കടമാവുന്നത്, അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്താണ് പഠിച്ചാൽ നമുക്ക് പ്രതിഫലം കിട്ടും എന്നുള്ളത് എന്താ പറയുക, സുബ്ഹാനല്ലാഹ് അത് ഭയങ്കര എന്താണ് ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. കാരണം നമ്മൾ കുറേ നമ്മളുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആയിക്കോട്ടെ, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, അല്ലെങ്കിൽ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇങ്ങനെ കുറേ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ റബ്ബ് നമ്മളുടെ ഉള്ളിലിട്ട് തന്നിട്ട് റബ്ബ് എന്താണ് ഇത്രയും ഫങ്ഷൻസ് അവിടെ ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മളെ ടീച്ചർമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അല്ലേ. ടീച്ചേഴ്സ് പറഞ്ഞുതരും, ബ്ലഡ് ഇങ്ങനെ പോവും, അവിടെ പമ്പ് ചെയ്യും, ചീത്ത ബ്ലഡ് പുറത്തേക്ക് കളയും, നല്ല എയർ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ശരീരഭാഗത്തേക്കൊക്കെ പോകും. അതുപോലെ ഫുഡാണെങ്കിലും നമ്മളുടെ എന്താണ് വയറ്റിലെത്തി എന്താണ് ചെറുകുടലിലേക്കും വൻകുടലിലേക്കും ഒക്കെ എത്തി അവിടെ കുറേ ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറയാന്നുണ്ടെങ്കിൽ ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു മോട്ടർ പോലെ പറയാണ്. ഇത് സുബ്ഹാനല്ലാഹ് റബ്ബ് നമ്മളുടെ ശരീരത്തിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് തന്നിട്ടുണ്ട്. ആ അവയവങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പഠിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളുടെ പഠനങ്ങളൊക്കെ നമ്മൾ അതിലേക്കാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇഖ്റ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കലെങ്ങനെയാണ്? വായിച്ചാൽ എന്താകും? അറിവ് കിട്ടും. അറിവ് നമ്മൾ എന്താണ് ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഈ ഇഖ്റ എന്നുള്ള വാക്കിലൂടെ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ത്വലബുൽ ഇൽമു ഫരീദത്തൻ അലാ കുല്ലി മുസ്ലിം. ത്വലബ് എന്ന് പറഞ്ഞാൽ അറിവ് നേടൽ. അതായത് ത്വലബുൽ ഇൽം എന്ന് പറഞ്ഞാൽ അറിവ് നേടൽ ഫർദ് അലാ കുല്ലി മുസ്ലിം, എല്ലാ ഓരോ മുസ്ലിമിനും ഫർദാണ് അറിവ് നേടുക എന്നുള്ളത്. അപ്പോൾ അറിവ് നേടുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്താണ്? ഇഖ്റ. വായിച്ചാൽ മാത്രമാണ് നമുക്ക് അറിവ് നേടാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു ടീച്ചർ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാണെന്നുണ്ടെങ്കിലും ആ ടീച്ചർ അപ്പുറത്ത് വായിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടും അറിവ് നേടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതത്തിൽ അവസാനം വരെ മരിക്കോളം വരെ നമുക്ക് അറിവ് നേടിക്കൊണ്ടേ ഇരിക്കണം. സ്റ്റിൽ നമുക്ക് എന്താണ് വലിയൊരു സമുദ്രത്തിൽ നമ്മൾ കൈ ഇട്ട് തിരിച്ചെടുത്താൽ കിട്ടുന്ന ആ തുല്യ അറിവ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കാരണം സുബ്ഹാനല്ലാഹ് അല്ലാഹു അൽ അലീമാണ്. ആ അലീമിൻ്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സുബ്ഹാനല്ലാഹ് ഇല്ലാ ബില്ലാഹ്. നമുക്ക് അത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കും നോളജബിളാണ് നമ്മുടെ റബ്ബ്. അതുകൊണ്ട് തന്നെ ആ റബ്ബ് അലീമായിട്ടുള്ള റബ്ബ് നമ്മളോട് ഒരു കമാൻഡ് പറഞ്ഞിട്ടുണ്ട്, ഇഖ്റ, നീ വായിക്കുവിൻ. എന്നാലും നമുക്ക് എത്ര നമ്മൾ പഠിച്ചാലും നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു തുല്യമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മളുടെ പഠനം അവസാനിക്കുന്നില്ല. നമ്മുടെ മരണം വരെ നമ്മൾ ഈ ഒരു ഇൽമു തജ്വീദ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. നമ്മളെപ്പോഴും ലെവൽ അപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മൾ ഓരോരുത്തരെയും എന്നും കൂടെ ഓർമ്മപ്പെടുത്താണ്. അതുപോലെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുൽ ഹൽ യസ്തവി الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്താണ് പറഞ്ഞത്? പറയുക, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ബുദ്ധിമാന്മാർ മാത്രമേ ആലോചിച്ച് മനസ്സിലാക്കുകയുള്ളൂ. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. ഇപ്പോൾ നമ്മളൊരു മുസ്ലിം ഒരു നോൺ മുസ്ലിമിനെ എടുത്താൽ നമുക്കറിയാം, അവർക്ക് അള്ളാഹിനെ കുറിച്ചുള്ള അറിവില്ല, സ്വർഗം നരകത്തിനെ കുറിച്ചിട്ട് അറിവില്ല. അതുകൊണ്ട് അവർക്ക് തോന്നിയ പോലെ ജീവിക്കാം അല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ജീവിതത്തിൽ അവസാനം വരെ അള്ളാഹുവിൻ്റെ ഈ ദീനിൽ അടിയുറച്ചുകൊണ്ട് ഏറ്റവും ഇഖ്ലാസോട് കൂടി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ.
അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും സമയമല്ല അല്ലേ. നമ്മൾ എന്തൊരു കാര്യം, ഇപ്പം നമ്മുടെ കയ്യിലൊരു ഫോണുണ്ട്, നമുക്ക് ഒരാൾക്ക് നന്നായിട്ട് ഫോൺ യൂസ് ചെയ്യാൻ അറിയാം, അയാൾ അതിനെക്കുറിച്ച് ഫുള്ള് പഠിച്ചിട്ടുണ്ട്, മറ്റാൾക്ക് ഒന്നും അറിയില്ല, അയാൾക്ക് ആ ഫോൺ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ അല്ലേ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി നൽകിയിട്ടുണ്ട്. ഈ ഭൂമി എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള അറിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഗൈഡായിട്ട് വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണം എന്നറിയാത്തൊരു വ്യക്തി തോന്നിയ പോലെ ജീവിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ചെയ്യുന്നത് മൊത്തം തെറ്റായി പോകും. അതുപോലെ നിസ്കരിക്കാൻ പഠിച്ച് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയും പഠിക്കാതെ നിസ്കരിക്കുന്ന വ്യക്തിയും ഒക്കെ ഡിഫറെൻ്റ് ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അള്ളാഹു എല്ലാം നമ്മളോട് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇന്നമ തീർച്ചയായിട്ടും അല്ലെങ്കിൽ മാത്രമാണ് യതദക്കറു ഉലുൽ അൽബാബ് ആര് മാത്രമാണ് ആലോചിച്ച് മനസ്സിലാക്കുക, ബുദ്ധിമാന്മാർ മാത്രമാണ്. അതായത് ലുബുള്ള ഊൽ എന്ന് പറഞ്ഞാൽ കുടുംബക്കാർ, അല്ലെങ്കിൽ ആലിമ്രാൻ ഒക്കെ കേട്ടിട്ടില്ലേ, എന്താണ് ആലി മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആൽ എന്നുള്ളതിന്റെ പ്ലൂറലാണ്, ബഹുവചനാണ് ഊലു. അപ്പൊ ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാർ അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആളുകളുടെ കൂട്ടം. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാവരെയും ലുബുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും ബുദ്ധിയോട് കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഹിക്മത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അറിവുള്ളവരും അയിൽമില്ലാത്തവരും എന്താ പറയുക അത്രയും ഡിഫറെൻ്റ് ആണ്. അതായത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒരു ഹദീസ് മറന്നുപോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണചന്ദ്രനോട് ഉപമിക്ക് എന്തോ ഒരു ഹദീസ് ഉണ്ടായിരുന്നു. എന്തായാലും അത്രയ്ക്കും ഡിഫറെൻ്റ് ആണ്. നമ്മൾ എന്താ പറയുക എന്താണ് പാലിൻ്റെ വെള്ളയും ആ ഒരു കളറൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പറയില്ലേ, ആ ഒരു കോട്ട് കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും അത്രയ്ക്കും ഡിഫറെൻ്റ് ആണ് നമ്മൾ എന്താണ് പറയുക ഉലുൽ അൽബാബ് എന്ന് പറയുമ്പോൾ. ആ ഉലുൽ അൽബാബ് ആരാണ്? അറിവുള്ളവർ മാത്രമാണ്. ആ ഉലുൽ അൽബാബിന് ഒരുപാട് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ആലിമായിട്ടുള്ള ഒരാളാണ് ആബിദായിട്ടുള്ള ആളിനേക്കാളും അള്ളാഹുവിൻ്റെ അടുത്ത് ശ്രേഷ്ഠൻ. കാരണം ആ ആലിമായിട്ടുള്ള ആള് ബാക്കിയുള്ളവർക്കും കൂടെ ആ ഇൽമ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം കുറച്ച് ചെയ്യുകയാണെങ്കിൽ പോലും എന്താണ് പറയുക, സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന പ്രതിഫലം ഭയങ്കരമാണ്. അപ്പോൾ ഒരു കുഞ്ഞൊരു സ്റ്റോറിയും കൂടെ പറയാം. ഒരു ഇമാമിൻ്റെ സ്റ്റുഡൻറ്റ് വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ ക്ഷണിച്ചപ്പോൾ എന്താണ് പറയുക ഭക്ഷണം കൊടുത്തു, അതുപോലെ തന്നെ കിടക്കാനുള്ള റൂമൊക്കെ കൊടുത്തു, അങ്ങനെ എല്ലാം സജ്ജീകരിച്ചു. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് അവരുടെ മക്കളോട് ഇങ്ങനെ പറയും, ഇവർ ഭയങ്കരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ എപ്പോഴും ഇവരെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഈ മകളിങ്ങനെ ഈ ഇമാമിനെ ഇങ്ങനെ നോട്ട് ചെയ്യാണ്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്താ പറയുക ഇവർ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ എന്താണ് പറയുക പിറ്റേന്ന് അപ്പോൾ ഇദ്ദേഹം എന്താണ് പറയുക കുറേ ഭക്ഷണം കഴിച്ച്, അതുപോലെ തന്നെ രാത്രി എന്താ പറയുക നിസ്കരിച്ചിട്ടുണ്ടായില്ല, തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടായില്ല. അതുപോലെ സുബഹിക്ക് എഴുന്നേറ്റപ്പോൾ വുദു എടുത്തതുമില്ല, സുബഹി നിസ്കരിച്ചും ചെയ്തു. അപ്പോൾ ഇതൊക്കെ കുട്ടി നോട്ട് ചെയ്തിട്ട് പറയാണ്, അതായത് ഉപ്പാനോട് പറയാണ്, ഉപ്പ ഞാനൊന്നും തന്നെ ഭയങ്കര അതിശയമായിട്ട് എനിക്ക് കണ്ടില്ലല്ലോ, നിങ്ങൾ ഭയങ്കര സംഭവമായിട്ട് ഈ മാമനെ കുറിച്ച് പറഞ്ഞിട്ട് എനിക്കിതൊന്നും ഒന്നും തന്നെ എനിക്ക് ജീവിതത്തിൽ പകർത്താൻ ഞാൻ കണ്ടില്ലല്ലോ. കുറേ ഭക്ഷണം കഴിച്ച് രാത്രി നിസ്കരിച്ചില്ല, സുബഹി കൂട് കൊടുക്കാതെ നിസ്കരിച്ചു, പിന്നെ എന്താണ് ഇപ്പം ഇത്ര നന്മ അതിൽ എന്ന് ചോദിച്ചു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കണ്ണിൻ്റെ എന്താണ് പറയുക ഒരു ലിമിറ്റും കൂടെയാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് പോയിട്ട് ആ ഇമാമിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ രാത്രി നമസ്കരിക്കാണ്ടിരുന്നത്, വുദു എടുക്കാണ്ടിരുന്നത് എന്നൊക്കെ ചോദിച്ചു. അതുപോലെ ഭക്ഷണം കൂടുതൽ കഴിച്ചത് എന്താണെന്ന് ചോദിച്ചു. നിങ്ങളല്ലേ കുറച്ച് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ് വളരെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവർ പറയാണ് 3 കാര്യങ്ങൾ ഉത്തരം നൽകുകയാണ്. ഒന്നാമതായിട്ട് ഭക്ഷണം, എനിക്കറിയാം നീ എനിക്ക് നൽകുന്ന ഭക്ഷണം ഹലാലായിട്ടുള്ള ത്വയ്യിബായിട്ടുള്ള ഭക്ഷണമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അങ്ങനത്തെ ഹലാലായിട്ടുള്ള ഭക്ഷണം ഞാൻ കഴിച്ചാൽ ഉറപ്പായിട്ടും എൻ്റെ അസുഖം മാറും. അതായത് ഹലാലായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മളെ അസുഖം മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ രോഗിയായതുകൊണ്ട് എൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹലാലായിട്ടുള്ള ഭക്ഷണം കഴിച്ചത് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നമുക്ക് ആർക്കെങ്കിലും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അവരുടെ ഇൽമിൻ്റെ ഒരു ലെവൽ. സുബ്ഹാനല്ലാഹ്. രണ്ടാമതായിട്ട് രാത്രി നമസ്കരിച്ചില്ല. അപ്പോൾ അദ്ദേഹം പറയാണ്, രാത്രി നമസ്കരിക്കാൻ വന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ മൈൻഡിൽ കുറേ
കുറേ ചോദ്യങ്ങളും അതുപോലെ തന്നെ കുറേ മസാലകളും അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ മൈൻഡിലേക്ക് കൊണ്ടുവന്നു. ആ ചോദ്യങ്ങൾ എൻ്റെ മൈൻഡിൽ കിടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ എങ്ങനെ ഇതിൻ്റെ ഉമ്മത്തിലേക്ക് എത്തിക്കും എന്നുള്ള ആ ഒരു വെപ്രാളത്തിൽ എനിക്ക് രാത്രി ഒരു പോള കണ്ണടക്കാനും പറ്റിയില്ല. അപ്പം എന്തുകൊണ്ടും ഈ സമയത്ത് ഞാൻ നമസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലം എനിക്കിവിടെ ഞാൻ ഈ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തലായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ രാത്രി നമസ്കരിക്കാണ്ടിരുന്നത്. പിന്നെ രാവിലെ ഞാൻ വുദു എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ രാത്രി ഉറങ്ങണ്ടേ, ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. എനിക്ക് ഇശാന്റെ വുദു തന്നെ ഉണ്ട്. അപ്പം ആ വുദുവോട് കൂടി തന്നെ ഞാൻ സുബ്ഹ് നമസ്കരിക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അതാണ് ഈ അറിവുള്ള ആലിമായിട്ടുള്ള ആളുകളുടെ ആ ഒരു ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ കുറേ നേരം നമസ്കരിക്കുന്ന ഒരു വ്യക്തിയെ കമ്പയർ ചെയ്തിട്ട് ഭയങ്കര അറിവുള്ള ഒരാളിലേക്ക് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം അവരുടെ ഇൽമ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഭയങ്കരമാണ്. അപ്പോൾ ഇൽമ് നേടുക എന്നുള്ളത് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും അറിവിൻ്റെ മാർഗത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു കാറും ഒരു ട്രെയിനും, നമ്മളൊരു സ്ഥലത്തേക്ക് കാറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3-4 മണിക്കൂർ എടുക്കും. പക്ഷെ അതേസമയം നമ്മൾ ട്രെയിനിൽ പോവുകയാണെങ്കിൽ നമ്മൾ 1 മണിക്കൂറോടെ നമ്മൾ ചിലപ്പോൾ ആ സ്റ്റേഷനിലെത്തും. സുബ്ഹാനല്ലാഹ്. അതുപോലെയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് ഈ ലോകത്ത് നമ്മൾ കഷ്ടപ്പെട്ട് കാറിൽ പോകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ മിസ്സാവുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിവ് നേടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാൽ ട്രെയിനിൽ പോകണ പോലെയാണ് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് എത്തും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി എളുപ്പം ആകണമെന്നുണ്ടെങ്കിൽ ത്വലബൽ ഇൽം, നിങ്ങൾ അറിവ് നേടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. സുബ്ഹാനല്ലാഹ്. കാരണം അറിവ് നേടിയാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും എളുപ്പത്തിൽ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കും എന്നർത്ഥം. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ബാക്കിയാകുന്ന അമലുകൾ ഏതൊക്കെയെന്ന് പറയുമ്പോൾ അതിൽ പറയുന്നതിലെ സദഖത്തുൽ ജാരിയ, അതായത് നമ്മൾ ഓൺഗോയിങ് ചാരിറ്റി, നമ്മൾ പള്ളിയിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു മരം നട്ടു, അല്ലെങ്കിൽ ഒരു വീൽ ചെയർ ആർക്കെങ്കിലും നൽകി, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ജോലി ഏർപ്പാടാക്കി കൊടുത്തു. അങ്ങനെ പല പല കാര്യങ്ങളും സദഖത്തുൽ ജാരിയ ഉണ്ട് അല്ലേ. നമ്മൾ മറ്റുള്ളവർക്ക് സഹായത്തിന് പൈസ എത്തിച്ചു കൊടുത്തു, ഒരു പാത്രം കൊടുത്തു, എന്തായിക്കോട്ടെ, മുസല്ല കൊടുത്തു, സുബ്ഹാനല്ലാഹ്, ഒക്കെ ഓൺഗോയിങ് ചാരിറ്റീസ് ആണ്, അല്ലെങ്കിൽ സദഖത്തുൽ ജാരിയ, അതായത് നിർത്താത്ത സദഖ കിട്ടിക്കൊണ്ടേയിരിക്കുന്ന, മരിച്ചു കഴിഞ്ഞാലും പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. രണ്ടാമതായിട്ട് പറഞ്ഞതാണ് ബെനഫിഷ്യൽ നോളജ്, അല്ലെങ്കിൽ ഇൽമുൻ നാഫിഅ, അതായത് നമ്മൾ ഉപകാരപ്രദമായിട്ടുള്ള അറിവ് എന്ന് പറയാൽ, നമ്മൾ അറിവ് നേടിയാൽ പിന്നെ അറിവോടെ പിടിച്ചേക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. നമ്മൾ കൊടുക്കുന്തോറും കിട്ടുന്ന കൂടുതലാകുന്ന ഒരു കാര്യം എന്തുമാത്രമാണ് ഇൽമാണ്. അപ്പം നമ്മൾ ഉപകാരമുള്ള അറിവ് കിട്ടണം. പിന്നെ ഇൽമൻ നാഫിഅ, അല്ലെങ്കിൽ റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ. ആ നാഫിഅ എന്ന് പറയുമ്പം നമ്മൾ റബ്ബിനോട് സ്പെസിഫിക്കലി പറയാണ്, അള്ളാഹു ഉപകാരമുള്ള അറിവ്. ഉപകാരമില്ലാത്ത അറിവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പം വ്ളോഗ് കാണുക അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റീസിനെ കുറിച്ചിട്ട് അവരുടെ ഗോസിപ്പ് കേൾക്കുക, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലൈഫ് ആലോചിച്ച് കേൾക്കുക, അല്ലെങ്കിൽ അവരുടെ ലക്ഷറി, അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലൈഫ് നോക്കുക, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കുക. ഇതൊന്നും നമുക്ക് ഒരു ഉപകാരം തരാത്ത ഇൽമുകളാണ് അല്ലേ. പക്ഷെ നമുക്കറിയാം, ഒരുപാട് ഇൽമുകൾ അപ്പുറത്ത് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഇനി നമ്മൾ ആസ്ട്രോണമി പഠിക്കുകയാണെങ്കിലും, നമ്മൾ ജോഗ്രഫി, ഹിസ്റ്ററി, ഇതൊക്കെ പഠിക്കുകയാണെങ്കിലും ഇതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനുണ്ട്. നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. പക്ഷെ നമ്മൾ അതായത് ഇൽമുല്ല നമ്മൾ പറയുന്നുണ്ടല്ലോ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ എന്നോട് രക്ഷ തേടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് അവിടെ തേടേണ്ടതുണ്ട്. കാരണം ആ ബെനിഫിഷ്യൽ ആയിട്ട് നമ്മൾ നോളജ് നമ്മൾ നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സമയം, നമ്മൾ ആ ഫറാഖ് എന്ന് പറഞ്ഞാൽ ആ ഫ്രീ ടൈം നമ്മൾ പാഴാക്കി കളയാൻ തുല്യമാണ്. അപ്പം നമ്മൾ സമയം അമൂല്യമാണ്, ഒരിക്കലും പാഴാക്കിയത് റബ്ബിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൽ ഒന്നാണ് നമുക്ക് ഫ്രീ ടൈം. ആ ഫ്രീ ടൈം നമ്മൾ ഈ ഉപകാരപ്രദമായിട്ടുള്ള അറിവുകളിലേക്ക് നമ്മൾ യൂസ് ചെയ്യാം. അത് മാത്രമല്ല, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കൂടെ ചെയ്യുക. അങ്ങനെ അവർ പരിലേക്ക് എത്തിക്കും. അൽഹംദുലില്ലാഹ്. അപ്പം നമുക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും. സുബ്ഹാനല്ലാഹ്. നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിഫലം ആലോചിച്ച് നോക്കാം അല്ലേ. നമ്മൾ ഓരോരുത്തരും ഇവിടെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ അതിലൊക്കെ പ്രതിഫലം സുബ്ഹാനല്ലാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വറഫഅനാ ലക ദിക്റക എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു റീസൺ അത് കൂടെയാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം അള്ളാഹു ഉയർത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതാണ് അവിടെ ബെനിഫിഷ്യൽ നോളജിൻ്റെ പ്രാധാന്യം. സുബ്ഹാനല്ലാഹ്. മൂന്നാമതായിട്ട് സ്വാലിഹായിട്ടുള്ള കുട്ടി, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സ്വാലിഹായിട്ടുള്ള കുട്ടി. അല്ലാഹു സുബ്ഹാനല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഈ 3 കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ
ഇട്ടേച്ച് പോകാനുള്ള തൗഫീഖ് നൽകട്ടെ അല്ലെ. സദഖത്തുൽ ജാരിയ ചെയ്യാനും ഇൽമു നാഫിഅ ലഭിക്കാനും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായിട്ടുള്ള ഒരു കുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും കുട്ടികളെ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് നൽകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ എന്തിനാ തജ്വീദ് പഠിക്കുന്നത്? ഒന്നാമതായിട്ട് അതൊരു സ്പിരിച്വൽ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് അറിവ് നേടുക എന്നുള്ളത് ഫർളുൽ ഐൻ ആണ്. നമുക്ക് തജ്വീദിൻ്റെ അറിവ് നേടുക എന്നുള്ളത് നമുക്ക് എന്താണ് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമുക്കൊരിക്കലും അവിടെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വറത്തിൽ ഖുർആന തർത്തീല, തുടക്കത്തിൽ പറഞ്ഞതുപോലെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാണ് ഖുർആൻ അല്ലാഹു എത്തിച്ചു കൊടുത്തിട്ടുള്ളത്, അത് നമ്മളുടെ ലൈഫിൽ മിസ്റ്റേക്സുകളൊന്നും ഇല്ലാണ്ട് നമ്മൾ പാരായണം ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ഓരോരുത്തർക്കും ഫർളു ഐനാണ്. അതായത് ഓരോ വ്യക്തികളും അത് പഠിച്ചിരിക്കേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ആരും മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഫർദ് കിഫായാണ്. നമ്മൾ ആരെങ്കിലും ഒരാൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കണം. അല്ലെങ്കിൽ നമുക്കത് ശിക്ഷ കിട്ടാനുള്ള കാരണം കൂടെ ആകും. അതുകൊണ്ട് നമ്മൾ പഠിച്ച ഇൽമുകൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കൂടെ ശ്രമിക്കാം. അടുത്തതായിട്ട് പ്രിസർവേഷൻ ഓഫ് മീനിങ് എന്ന് പറഞ്ഞാൽ മഖ്റജുകൾ, സിഫാത്തുകൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഖ എന്നുള്ളിടത്ത് ത എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഐൻ എന്നുള്ളിടത്ത് ആ എന്ന് പറഞ്ഞു. അല്ലാഹു അലീമും ബിദാത്തി സുദൂർ എന്ന് നമ്മൾ പറയും. അതിന് പകരം അല്ലാഹു അലീം എന്ന് പറഞ്ഞാൽ അർത്ഥം മാറി. അലീം എന്ന് പറഞ്ഞാൽ വേദനാജനകമായിട്ടുള്ള, അതുപോലെ അലീം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എന്നാലോചിച്ചൊക്കെ അത്രയും ലഹ്നു ജലി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മേജർ മിസ്റ്റേക്സ്. ഈ മേജർ മിസ്റ്റേക്സ് നമ്മൾ ഒഴിവാക്കിയിട്ട് വേണം നമ്മളുടെ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യാൻ. അപ്പോൾ ഈ ഇൽമു തജ്വീദ് നമ്മൾ അതിന് സഹായിക്കുന്നതാണ്. പിന്നെ നമുക്കറിയാം മൂന്നാമതായിട്ട് റിവാർഡ് ആൻഡ് എക്സലൻസ്. അതായത് എന്താണ് ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം നമുക്കറിയാം അല്ലേ. ഏറ്റവും ഭംഗിയോട് കൂടി തജ്വീദോട് കൂടി ഭയങ്കര മെലഡിയസ് ആയിട്ട് നമ്മൾ പാരായണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെ കൂടെയാണ്? അതായത് നോബിളായിട്ടുള്ള അള്ളാഹുവിൻ്റെ എന്താണ് പറയുക, അനുസരണയുള്ള മലായിക്കത്തുകളുടെ കൂടെയാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മൾ കഷ്ടപ്പെട്ട് പാരായണം ചെയ്യണമെങ്കിലോ വിഷമിക്കേണ്ട. നമ്മൾ ആ കഷ്ടപ്പാടിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 റിവാർഡ് തരുന്നുണ്ട്. ഒന്ന് നമ്മൾ കഷ്ടപ്പെട്ടതിനും, മറ്റൊന്ന് നമ്മൾ എന്താ പറയുക ഖുർആൻ പാരായണം ചെയ്തതിനും. സുബ്ഹാനല്ലാഹ്. നാലാമതായിട്ട് അവസാനമായിട്ട് പറയാണ്, നമ്മൾ ഈ ഒരു ഖുർആൻ പാരായണത്തിൽ നമുക്ക് ഖുർആൻ്റെ ബ്യൂട്ടി കിട്ടും. അതായത് ഖുർആനെ നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ ബ്യൂട്ടിഫുള്ളി നമുക്ക് പാരായണം ചെയ്യാൻ പറ്റും, മെലഡസിൽ പാരായണം ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ളത് നമ്മളെ പാരായണം കേൾക്കുമ്പം സുബ്ഹാനല്ലാഹ് അതിൽ നമുക്ക് പ്രതിഫലം കിട്ടും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതൊരു ഇബാദത്താണ് എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇൽമു തജ്വീദ് പഠനം ആരംഭിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഇത് സ്വാലിഹായിട്ടുള്ള അമലെ സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല രീതിയിൽ ഖുർആൻ്റെ ഈ തജ്വീദ് നിയമങ്ങളൊക്കെ ഭംഗിയായിട്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അത് പാരായണത്തിൽ പ്രാക്ടിക്കലി കൊണ്ടുവരാനും ഒക്കെ, അതുപോലെ തന്നെ അവസാനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള തൗഫീഖ് കൊണ്ട് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഇൽമിൻ്റെ പ്രാധാന്യം പറഞ്ഞു, അതുപോലെ തന്നെ 3 ടൂൾസ് പറഞ്ഞു. ആ ഇൻറ്റൻഷൻ, കൺസിസ്റ്റൻസി, സബർ, ഇത് 3ഉം സ്ട്രോങ് ആയിട്ട് കൈപിടിച്ച് നമ്മുടെ ഹൃദയത്തിൽ അത് കൊത്തിവെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു തജ്വീദ് ഇൻ്റർമീഡിയറ്റ് കോഴ്സ് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ചെറിയൊരു ഐസ് ബ്രേക്കറാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഏതൊരു തജ്വീദ് റൂളാണ് നിങ്ങൾക്ക് ഈ ബേസിക് ലെവലിൽ ഭയങ്കര, അതായത് നിങ്ങൾ നോർമലി റിസൾട്ട് ആക്കുമ്പം എന്താണ് നിങ്ങൾക്ക് പാരായണം ചെയ്യാനുള്ള പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതാണ് അതെന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഈ തജ്വീദ് കോഴ്സ് പൂർത്തീകരിച്ച് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള തൗഫീഖ് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും നമ്മുടെ അക്കാഡമിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഏറ്റവും നന്നായിട്ട് അള്ളാഹുവിൻ്റെ ദീന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ
عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. اللهم ثبتنا عند الموت بلا إله إلا الله. يا مقلب القلوب ثبت قلبي على دينك. الحمد لله، الحمد لله رب العالمين. جزاكم الله خيرا، بارك الله فيكم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.